ഹായ് ഫ്രണ്ട്സ്, SPS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്രോസ് കട്ട് പാഡഡ് ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത ടക്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ്ങിലെ ടക്സും നല്ല തുണിയുടെ ടക്സും സെപ്പറേറ്റ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഈ ടക്ക് 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ചിട്ട് കൊടുക്കുക. കൈക്കുഴിയുടെ അവിടെയുള്ള ടക്കും 1/4 ഇഞ്ച് വീതിയിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ടക്സ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരു സൈഡിലെ ലൈനിങ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. മറ്റേ സൈഡിലുള്ള ലൈനിങ്ങും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ രണ്ട് സൈഡും ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബ്ലൗസ് പീസിലെ ടക്സും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ മറ്റേ പീസിലെയും ടക്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലെയും ടക്സ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്സ് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ കപ്സിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൈനിങ്ങിന്റെ മോശം വശം ഞാനിപ്പോൾ ഇതുപോലെ മുകൾ വശത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ കപ്സിന്റെ ഉൾവശം ഇതുപോലെ ഈ ലൈനിങ്ങിന്റെ മോശം വശത്തേക്ക് വെച്ച് കൊടുക്കുക. ഈ ടക്കിന്റെ ഏറ്റവും അറ്റത്ത് വേണം ഈ കപ്പിന്റെ സെന്റർ വരേണ്ടത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരു പിന്ന് കുത്തി കൊടുക്കാം. ഉൾവശം ഇതുപോലെ ഉണ്ടായിരിക്കണം. ഇനി ഈ കപ്പിന്റെ സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നല്ല തുണി ഇതുപോലെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല തുണി ഇതുപോലെ വെച്ചിട്ട് റൗണ്ടായിട്ട് ഒരു സ്റ്റിച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ സ്റ്റിച്ചൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി മറ്റേ സൈഡിലെ ലൈനിങ്ങിലേക്കും കപ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബാൻഡ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് കട്ട് ചെയ്ത ലൈനിങ് പീസിലെ ബാൻഡ് പീസാണ്. അതിനുശേഷം നല്ല പീസിന്റെ നല്ല വശം മുകളിലേക്ക് വരുന്നത് പോലെ ഇതുപോലെ വെച്ചു കൊടുത്തു. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത ലൈനിങ് പീസ് വെച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ സൈഡിൽ 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി ഈ 2 ലൈനിങ് പീസുകളും ഒരുമിച്ച് വെച്ചിട്ട് സൈഡിലായിട്ട് ലൈനിങ് പീസിന്റെ മുകളിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ കറക്റ്റായിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ വരുന്ന പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ബാൻഡ് പീസിന്റെ കറക്റ്റ് സെന്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ 2 സൈഡിലേക്കുമുള്ള ബാൻഡ് പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് ബ്ലൗസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ലൈനിങ് വെച്ച് കൊടുക്കുക. ഇതിന്റെ കപ്സ് നമ്മൾ ഓൾറെഡി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബ്ലൗസിന്റെ നല്ല തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക. ലൈനിങ്ങിന്റെയും നല്ല തുണിയുടെയും ടക്സ് ഒരുപോലെ വരത്തക്ക വിധം വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ കറക്റ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബാൻഡ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡും കറക്റ്റായി വെച്ച് കൊടുക്കണം. അതിനുശേഷം വേണം ബാൻഡ് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. നല്ല വശം കൂടി വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇത് റൈറ്റ് സൈഡിലെ പീസാണ്. അപ്പോൾ ഇതിന് നമുക്കിനി ബട്ടൺ പീസ് ഒന്ന് വെച്ച് കൊടുക്കാം. ബട്ടൺ പീസ് ഇതുപോലെ നല്ല വശത്ത് വെച്ചിട്ട് ഉൾവശത്തേക്ക് അരയിഞ്ച് മടക്കി കൊടുക്കുക. അതിനുശേഷം 1/4 ഇഞ്ച് വിട്ടിട്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതിനു മുൻപുള്ള ബ്ലൗസ് സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇതിനെ ആദ്യം ഒരു 1/4 ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ട് വീണ്ടും 1 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ലെഫ്റ്റ് സൈഡിലെ പീസിന് ബാൻഡ് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഐ വെക്കാനുള്ള പീസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഈ പീസിന്റെ നല്ല വശം ബ്ലൗസിന്റെ മോശം വശത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ ആദ്യം 1/4 ഇഞ്ച് മടക്കി കൊടുക്കുക. അതിനുശേഷം 1 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കാലിഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കപ്സിന്റെ സൈഡ് ഒന്ന് കറക്റ്റ് ആക്കി കൊടുത്തിട്ട് ഈ കൈക്കുഴിയുടെ അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന തുണി തെന്നിപ്പോകുന്ന തുണിയൊക്കെ ആണെങ്കിൽ അഥവാ കറക്റ്റായിട്ട് നിൽക്കില്ല, ഇതുപോലുള്ള തുണിയൊക്കെ ആണെങ്കിൽ കഴുത്തിന്റെ സൈഡിലും കൈയുടെ സൈഡിലും പിന്നെ ഈ ചെസ്റ്റിന്റെ അവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിലും ഞാൻ കൈക്കുഴിയുടെ അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നല്ല വശവും കൂടെ വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ബാക്ക് സൈഡിൽ ഏറ്റവും താഴത്തെ ഭാഗം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കി സ്റ്റിച്ചിങ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.